അപ്പോൾ പലരും പറയാറുണ്ടല്ലോ അവർ വളരെ പാഷനേറ്റ് ആയിട്ടാണ് MBBS എടുത്തത്, ലൈക്ക് അവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ അത്ര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഡിസൈഡോ അല്ലെങ്കിൽ എനിക്ക് MBBS തന്നെ വേണമെന്നോ അങ്ങനത്തെ ഒരു തീരുമാനമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതേ മോഡിൽ പോയിരുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയുക, എനിക്ക് കുറച്ചും കൂടി ഒരു എഞ്ചിനീയറിംഗ് ടൈപ്പ്, എനിക്ക് പഠിക്കാനും ഇഷ്ടം എഞ്ചിനീയറിംഗ് സബ്ജക്ട്, എനിക്ക് ഫിസിക്സും മാത്സും എനിക്ക് കൂടുതൽ പഠിക്കാൻ ഇഷ്ടം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഹൗസ് സർജൻസി വരെ ആക്ച്വലി എനിക്കിതിലൊരു ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ ഒരു ഇഷ്ടമോ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഫ്രാങ്ക്ലി ഹൗസ് സർജൻസി സമയത്താണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട്, അതായത് പേഷ്യൻസിന് ഹൗസ് സർജൻസിക്കാണല്ലോ നമ്മൾ ശരിക്കും പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഇതിൽ എന്തെങ്കിലും ഒരു താല്പര്യം തോന്നുന്നത്. പക്ഷേ PG സമയത്ത് PGക്ക് കയറിയതിന് ശേഷമാണ് ശരിക്കും നമ്മൾ എന്താണ് ഒരു ഡോക്ടർ ലൈഫ് എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങുന്നത്. കാരണം UG സമയത്ത് ഇപ്പോൾ എന്താ, നമുക്ക് ക്ലാസ്സിനൊക്കെ വേണ്ടെങ്കിൽ കട്ട് ചെയ്യുക, പ്രോക്സി അടിക്കാൻ പറഞ്ഞാൽ മതി, അങ്ങനെ വേണമെങ്കിൽ പോയാൽ മതി, അങ്ങനെയുള്ളൂ. എങ്ങനെയെങ്കിലും പാസ്സാവുക, എക്സാമിന്റെ മുമ്പ് എങ്ങനെയെങ്കിലും പഠിച്ച് ആ തിയറി സാധനങ്ങൾ അതേപോലെ കയറ്റി എക്സാമിന് അതേപോലെ കൊണ്ട് ഇറക്കി എഴുതി വെച്ച് എങ്ങനെയെങ്കിലും പാസ്സാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ PGക്ക് അങ്ങനെയല്ല. PG എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മൾ ഓരോ പേഷ്യൻറ്റിനെ നോക്കണം. അപ്പോൾ PGക്ക് കയറിയതിനു ശേഷമാണ് എനിക്ക് ശരിക്കും ഒരു ഡോക്ടർ ലൈഫ് എന്താന്നുള്ള ആ ഒരു റിയലൈസേഷനും ലൈക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യമൊക്കെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ UGക്ക് മര്യാദയ്ക്ക് ഒരു പഠിക്കാത്തതിൻ്റെ പ്രശ്നം ശരിക്കും എനിക്ക് PG കയറിയപ്പോൾ ഉണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ എൻ്റെ ഫെല്ലോ PGs നോക്കുമ്പം അവർ വന്നപ്പോൾ ഞാൻ ജനറൽ മെഡിസിനിലാണ് PG ചെയ്യുന്നത്. അപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് നേരെ നോക്കിയിട്ട് കൈ വെച്ചിട്ട് പറയും അവൻ്റെ ലിവർ പാൽപ്പബിൾ ആണ്, അല്ലെങ്കിൽ ബ്ലഡ് സൗണ്ട്സ് നോക്കിയിട്ട് പറയും ഇതിൽ അവരിപ്പോൾ ഇനീഷ്യലി പറഞ്ഞ സാധനം ഇപ്പോൾ കാർഡിയക് സൗണ്ട്സ് ഒന്നും കേട്ടിട്ട് ക്ലിക്ക് ഉണ്ട് എന്ന് പറയും. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. സോ ലൈക്ക് എനിക്ക് ഇനീഷ്യലി ഞാൻ ഇതിനെ പറ്റിയ ഒരാളല്ല, ദിസ് ഇസ് നോട്ട് മൈ പീസ് ഓഫ് കേക്ക്, അങ്ങനത്തെ ഒരു സാധനം എനിക്ക് തുടക്കത്തിൽ മെഡിസിൻ എടുത്തപ്പോൾ. അപ്പോൾ ഞാനൊരു സാറോട്, ദിബു സാർ എന്നാണ് സാറ് പേര്, സാറോട് ഞാൻ സംസാരിച്ചു, സാറേ ഞാൻ മെല്ലെ നിർത്തിയാലോ, എനിക്ക് പറ്റുന്ന പരിപാടി അല്ലത്, സാറ് കണ്ടില്ല, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് നോക്കിയിട്ടോ ലിവർ ഉണ്ടോ ഇല്ല എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ലൈക്ക് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം. അപ്പോൾ സാർ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അതെൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ഡീപ്പായിട്ട് കയറിയ സാധനമാണ്. നീ എന്താ വിചാരിച്ചു ഞങ്ങളെല്ലാം ഇത് ഓവർനൈറ്റ് ഉണ്ടാക്കിയൊരു സാധനമാണെന്നാണോ? അതായത് ഞങ്ങൾ ഒറ്റ രാത്രി കൊണ്ട്, ഞാനും ഭാർഗവൻ സാർ നമ്മൾ HOD ആണ്, ഞാനും ഭാർഗവൻ സാറൊക്കെ ഇത് ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്, നിങ്ങൾ വീണേ എണീക്കാൻ പഠിക്കുള്ളൂ. അപ്പം ഇത് അപ്പോൾ ആ ഒരു സാധനം എനിക്ക് ഭയങ്കര, ഞാൻ ശരിക്കും വിചാരിച്ചത് അവരൊക്കെ അത് ഓവർനൈറ്റ് ഉണ്ടാക്കിയ സാധനമാണെന്നാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാവരും ഇത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റേജിലോട്ട് എത്തുന്നത്. ചെറിയ സ്റ്റെപ്പ് വഴി അതെ, നമ്മളിപ്പോൾ ഒരു ഡേ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രോഗ്രസ് ഒന്നും മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഞാൻ ഫൈനൽ ഇയർ PG, അപ്പോൾ ഞാൻ കഴിഞ്ഞ 3 വർഷം നോക്കുമ്പോൾ ഒരു PGക്ക് കയറി ഞാനും ഇപ്പോഴത്തെ ഞാനും നല്ല വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റും. അതാണ് നമുക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഗിഫ്റ്റ് കേട്ടോ. നമുക്ക് ആ എക്സ്പീരിയൻസ് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ പേഷ്യന്റ് എനിക്ക് ധൈര്യമായിട്ട് നോക്കാൻ പറ്റുന്നുള്ള ഒരു ധൈര്യം, ആ ഒരു പേടി മാറാനുള്ള, അത് എക്സ്പീരിയൻസിന് മാത്രം തരാൻ പറ്റുന്ന ഒരു സാധനമാണ്.